ഇഷ്ടമല്ലാത്തത്? അതറിയണമെങ്കിൽ, അതിൻ്റെ വില അറിയണമെങ്കിൽ അത് കിട്ടാതെ ഇരിക്കുന്നവർക്ക് മനസ്സിലാകും. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഫോസ്റ്റർ കെയറിനെ പറ്റിയാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് മുഴുവൻ ഒരുപാട് ലക്ഷക്കണക്കിന് കുട്ടികൾ അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹമില്ലാതെ, വേണ്ടപ്പെട്ടവരുടെ സ്നേഹമില്ലാതെ, സ്നേഹം എന്താണെന്നറിയാതെ വളരുന്നുണ്ട്. അവർക്ക് സ്നേഹം കൊടുക്കാൻ വേണ്ടിയാണ് ഫോസ്റ്റർ കെയറുകളുള്ളത്. അതായത് ഫോസ്റ്റർ കെയർ എന്ന് പറയുമ്പോൾ അവരെ നമ്മൾ ആധികാരികമായി ഏറ്റെടുക്കുന്നില്ല. അവരുടെ കാര്യങ്ങൾ നോക്കി, അവരുടെ പ്രൊട്ടക്ഷൻ കൊടുത്ത്, അവർക്ക് വിദ്യാഭ്യാസം കൊടുത്ത് അവരെ ഒരു വഴിക്ക് എത്തിക്കുന്നു. അതായത് ഒരു വഴിക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ തെറ്റായ രീതിയിലല്ല, 18 വയസ്സായി അവർക്ക് അവരുടെ ജീവിതത്തിലേക്കുള്ളൊരു പടിയിലേക്ക് എത്തിക്കാൻ പറ്റും നമുക്ക്. അതാണ് ഫോസ്റ്റർ കെയർ. എമർജൻസി ഫോസ്റ്റർ കെയറുകളുണ്ട്. പ്രൊട്ടക്ഷൻ വേണ്ടി വരുന്നവർക്ക് അല്ലെങ്കിൽ അസുഖമുള്ള കുട്ടികൾക്ക് ആ രീതിയിൽ പല രീതിയിൽ ഫോസ്റ്റർ കെയറിങ്ങുണ്ട്. ഇപ്പോൾ UAE ഫോസ്റ്റർ കെയറിങ് എല്ലാ പ്രവാസികൾക്കും തുറന്നിട്ടിരിക്കുകയാണ്. ആർക്ക് വേണമെങ്കിലും കുട്ടികളെ ഫോസ്റ്റർ കെയർ ചെയ്യാം. എന്ന് പറയുമ്പോൾ ഫോസ്റ്റർ കെയറിങ് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മൾ അഡോപ്ഷൻ പോലെ നമ്മുടെ സ്വത്തിന് അവകാശമോ അങ്ങനെ ഒന്നും വേണ്ട. ഇതിൽ കുട്ടികളെ ഒന്ന് കെയർ ചെയ്യുക, അവർക്ക് ആവശ്യമുള്ള സ്നേഹം കൊടുക്കുക. അപ്പോൾ 18 വയസ്സ് തികയുന്നതുവരെ കുട്ടികളെ വളർത്തുക. അതിനിപ്പോൾ UAEയുടെ റൂൾ മാറ്റിയിട്ടുണ്ട്. ഫോസ്റ്റർ കെയർ ചെയ്യാൻ 25 വയസ്സ് പ്രായമായ ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അത് ഏത് ദേശക്കാരായാലും ഏത് രാജ്യക്കാരായാലും ഒരു പ്രശ്നവുമില്ല. ഏത് മതസ്ഥരായാലും ഒരു പ്രശ്നമില്ല. ജാതിയോ മതമോ ദേശമോ ഒന്നും പ്രശ്നമല്ല സ്നേഹത്തിൻ്റെ മുന്നിൽ. അതാണ് UAE ഇപ്പോൾ കാണിക്കുന്നത്. അതെ, എല്ലാ മനുഷ്യരും ഒന്നാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കുട്ടികളെ ഫോസ്റ്റർ ചെയ്ത് വളർത്താൻ പറ്റും. പിന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കണം, UAE റെസിഡൻ്റ് ആയിരിക്കണം. ആ 2 കണ്ടീഷൻസ് നിർബന്ധമാണ്. അല്ല എന്നുണ്ടെങ്കിൽ 30 വയസ്സ് തികഞ്ഞ ഏതൊരു സ്ത്രീക്കും, ഏത് ജാതിയായാലും ഏത് മതമായാലും ഏത് ദേശക്കാരിയായാലും മാരിറ്റൽ സ്റ്റാറ്റസ് എന്തായാലും അവർക്കും കുട്ടികളെ ഫോസ്റ്റർ ചെയ്യാം. ഫോസ്റ്റർ ചെയ്ത് 18 വയസ്സ് വരെ അവരെ കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്ത് വളർത്താൻ പറ്റും. അവർ ഒറ്റ കണ്ടീഷൻസേ പറയുന്നുള്ളൂ. പേര് മാറ്റരുത്, അവരുടെ ജാതി മാറ്റരുത്, ദേശം മാറ്റരുത്. ബാക്കിയെല്ലാം നമുക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരല്പം സ്നേഹം ബാക്കിയുണ്ടോ? കുറച്ചല്പം സാമ്പത്തിക അവസ്ഥയും കൂടി ഉണ്ടോ? വേറെ ക്രിമിനൽ കേസുകളൊന്നും ഇടപെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഫോസ്റ്റർ കെയർ കുട്ടികളെ ഏറ്റെടുക്കാം. 1, 2, 3 കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തി അവർക്കും അല്പം സ്നേഹം കൊടുക്കാം. സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് അവർക്കും കൂടി മനസ്സിലാക്കി കൊടുക്കാം. പിന്നെ അതുകൊണ്ട് ലോകത്തിന് മാറ്റം നമുക്ക് സംഭവിക്കാൻ പറ്റില്ല. ബട്ട് ഒരു കുട്ടിയുടെ ജീവിതം അല്ലെങ്കിൽ 1, 2 കുട്ടികളുടെ ജീവിതം, അവർക്ക് സ്നേഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ സ്നേഹം അല്പം മനസ്സിൽ ബാക്കിയുണ്ട്. നമുക്കൊരു 1, 2 കുട്ടികളുടെ ജീവിതത്തിൽ മാറ്റാൻ പറ്റുമെങ്കിൽ, അതിനുള്ള അവസ്ഥയും നമുക്കുണ്ടെങ്കിൽ ചിന്തിക്കുക. UAE റെസിഡൻ്റായ ആർക്കും പറ്റും. അതാണിപ്പോൾ UAE നമ്മളോട് കാണിച്ചു തരുന്നത്. എല്ലായിടവും മനുഷ്യൻ ഒന്നാണ്. സ്നേഹം മാത്രമാണ് എല്ലാവരുടെയും ആവശ്യം. സ്നേഹമാണ് അഖിലസാരമൂഴിയിൽ എന്ന് പണ്ട് കുമാരനാശാൻ പാടിയിട്ടുണ്ടല്ലോ. അത് വെറുതെ അല്ല. സ്നേഹം കൊണ്ട് നമുക്ക് എന്തിനേയും കീഴടക്കാൻ പറ്റും. ഓക്കെ, ഇതൊരു നല്ല സന്ദേശമാകട്ടെ.